ഉന്നതനെ ഉയർത്തുന്നു നിന്നെ ഞാൻ, ഉല്ലാസഗാനങ്ങളാലപിക്കും. ഉലകിൻ നായക നീയല്ലാതില്ല, ഉലകിൻ നായക നീയല്ലാതില്ല, ഉപേക്ഷിക്കാത്തവനായി എന്നെയും നാഥ ആരാധന. ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള തിരുസവിധേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 35 സങ്കീർത്തനം അതിൻ്റെ 16 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും? അവരുടെ നാശത്തിൽ നിന്ന് എൻ്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ നിന്നെ സ്തുതിക്കും. വചനഭാഗം നമ്മളെ കേൾക്കുമ്പോൾ, അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന അനുഭവങ്ങളാണ്. ഇവിടെ ദാവീദ് ദൈവസന്നിധിയിൽ സങ്കടങ്ങൾക്കും വേദനകൾക്കും അപ്പുറത്ത് ശത്രുക്കളുടെ മുമ്പാകെ വഴി നടത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തൻ്റെ അനുഭവത്തിലൂടെ തന്നെ. അതുകൊണ്ടാണ് ഇവിടെ കേൾക്കുന്നത്, അടിയന്തരങ്ങൾ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന അനുഭവങ്ങളാണ്, നമ്മൾ കേൾക്കുന്ന അനുഭവങ്ങളാണ്. 17-ാം വാക്യം പറഞ്ഞു, കർത്താവെ, നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും? അവരുടെ നാശത്തിൽ നിന്ന് എൻ്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തു നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. നമുക്കൊരു പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ, അത് മാത്രം മതി ദൈവമക്കളെ. പല്ല് കടിക്കുന്നവരെ നോക്കി, വഴിചാരുന്നവരെ നോക്കി നമ്മുടെ ജീവിതം പാഴാക്കരുത്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും ലോകത്തെ ജയിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലല്ലേ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നേ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് തളർന്നു പോകും. എന്നാൽ കർത്താവെങ്കിലേക്ക് നോക്കിയവരാരും ഒരു നാളും ലജ്ജിച്ച് പോയിട്ടില്ലല്ലോ. അവങ്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കാനും ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സമയങ്ങളിൽ ലോകത്തെ ജയിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ വിഷയങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 18-ാം വാക്യം പറഞ്ഞു, ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ നിന്നെ സ്തുതിക്കും. ഇവിടെ ദാവീദ് രാജാവ് ഒരുപാട് പരിഹാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ശത്രുക്കൾ നിമിത്തമുള്ള ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ എല്ലാം ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തിട്ട് ദൈവസന്നിധിയിലെടുത്തൊരു വലിയൊരു തീരുമാനവും ദൈവസന്നിധി വയ്ക്കുന്ന ഒരു ഉടമ്പടി ഇതാണ്, ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ നിന്നെ സ്തുതിക്കും. ഇത് ദൈവമക്കളെ നമുക്ക് ആവശ്യമല്ലേ? ഇത് ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ നമ്മളെ കൂടെ ഒന്ന് ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന കർത്താവിന് വേണ്ടി നമ്മൾ വേല ചെയ്യുമ്പോൾ ദൈവമക്കളെ, ലോകം നമുക്കെപ്പോഴും പ്രതികൂലമാണ്. ആരും കൈത്താങ്ങാൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന വരികയില്ല. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൈപിടിച്ചവർ പോലും കുടഞ്ഞു മാറ്റിയിട്ട് മാറിപ്പോകും. മാറാത്തവൻ നമ്മുടെ കൂടെയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിലും തളർന്നു പോകാതെ ദൈവസന്നിധിയെ നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക മാത്രമല്ല, ഉറപ്പിച്ച് പറയാ, ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും. സ്തോത്രത്തിന് വല്ല കുറവുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. ബഹുജനത്തിൻ്റെ മധ്യേ നിന്നെ സ്തുതിക്കുമെന്ന്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നേരിട്ടല്ല ഇവിടെ സാക്ഷ്യം പറയുന്നത്. ബഹുജനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാക്ഷ്യം പറയുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേ, സ്തോത്രം. കുറച്ച് മുമ്പ് വരെ നമ്മൾ കേട്ട കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. ഒത്തിരി പ്രശ്നങ്ങളാണ്, ശത്രു നിമിത്തമുള്ള പ്രശ്നങ്ങൾ ഏറെയാണ്. ഇതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് തികവുള്ള മനസ്സോടുകൂടി പറയല്ലേ, ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും. ചെറിയ കാര്യമാണോ? പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ അതുപോലുള്ള ചില സങ്കടങ്ങളൊക്കെ വന്ന പ്രാർത്ഥനയ്ക്ക് ഇനി പോകുന്നില്ലെന്നും, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം നമുക്ക് പിന്നെ ഇങ്ങനെയാണോ തന്നതെന്നും, ശത്രുക്കളെല്ലാം നമ്മളെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും ഞെരുക്കമാണോ ദൈവം തരുന്നതെന്നും, ഇങ്ങനൊരു ചോദ്യങ്ങളൊന്നുമില്ല. ശത്രുക്കൾ നിമിത്തം ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും താങ്ങാനാകാത്തതാണ്. പക്ഷേ താങ്ങുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ടേ ദൈവം ഏൽപ്പിച്ചത്, അതെ, ദൈവസന്നിധി പറയാം, ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ നിന്നെ സ്തുതിക്കും. ആമേൻ. ബഹുജനത്തിൻ്റെ മധ്യത്തെ സ്തുതിക്കാൻ അപ്പോൾ എങ്ങനെയാണ് ദൈവമക്കളെ പലർക്കും ധൈര്യം തോന്നുന്നത്? ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു, ഇതുപോലുള്ള നിന്നയും പരിഹാസവും കേട്ടുകൊണ്ട് എല്ലാവരും കേട്ടില്ല, എല്ലാവരും കാണുന്നില്ലേ, എന്നിട്ട് നമ്മൾ അങ്ങനെയാണ് എന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. ഇനി എങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ചിലപ്പം ചിലർ പറയല്ലേ.
പറയില്ല ദൈവമക്കളെ, പറയില്ല. ലോകം നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും അനുകൂലമായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളൊന്നും വേണ്ട. തമ്പുരാൻ്റെ സന്നിധിയിലെ അവിടുത്തെ ഒരു വിളി കേട്ടാൽ ഈ ലോകത്ത് നേടിയതെല്ലാം ഇട്ടിട്ട് പോകേണ്ടവരെ നമ്മളെല്ലാവരും. സ്തോത്രം. ഒരു ദിവസം നമ്മൾ ദൈവസന്നിധി നിൽക്കേണ്ടി വരും. അന്ന് ആത്മസന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ബഹുജനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ സ്തുതിക്കുന്ന മനോഹരം ഒരു ഉപകരണം തന്നെ ആയിരിക്കട്ടെ നമ്മളെല്ലാവരും. നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല മക്കളെ. അവങ്കിലേക്ക് നോക്കിയാൽ ആരും ഒരു നാൾ ലജ്ജിച്ച് പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിങ്കിലേക്ക് നോക്കുന്നവർക്ക് മാത്രമേ പ്രതികൂല സാഹചര്യങ്ങളുള്ളൂ. പക്ഷേ പ്രതികൂലങ്ങളുടെ നടുവിലെ കരം പിടിച്ച് കൈമിടുക്കോടെ നടത്തുന്ന ദൈവം നമ്മുടെ കൂടെയല്ലേ. പ്രതികൂലങ്ങളെ നോക്കിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റില്ല. നോക്കല്ലെന്നല്ല, നമ്മളതെല്ലാം ഏറ്റെടുത്ത് ദൈവസഭയിലേക്ക് വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഏതു മഹാകഷ്ടതയുടെ നടുവിലും എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തുന്ന കർത്താവിന് വേണ്ടി ജീവിക്കുക. ആമേൻ. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉടനെ ഉത്തരം തരുന്ന ദൈവം, തീയുടെ ബലം കെടുത്തുവാൻ ശക്തനായ ദൈവം, എൻ്റെ പിതാവേ, ശത്രുക്കളുടെ മുമ്പാകെ മേശൊരുക്കുന്ന നല്ല ദൈവം. കർത്താവേ, ദൈവത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അഭയകേന്ദ്രമായി ആ വിരിച്ച ചിറകിൻ മറവിൽ മറച്ചുകൊണ്ട് ആത്മാവിൽ നിറയ്ക്കുന്ന പൊന്നു കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശത്രുക്കൾ നിമിത്തം മാനസികമായി ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളെ മിത്രങ്ങളാക്കുന്ന നല്ല ദൈവമേ, എൻ്റെ കർത്താവേ, എല്ലാവരുടെയും മനസ്സിൽ നിന്നുള്ള ശത്രുത്വത്തെ മാറ്റി പരസ്പരം എല്ലാവരെയും കരുതുവാൻ എല്ലാവരെയും ദൈവം ഒരുക്കണേ. ക്രിസ്തുവിന് വേണ്ടി ഇവയൊക്കെ ഒന്ന് സഹിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ഒന്ന് ക്ഷമിക്കുവാൻ. പിതാവേ, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനസ്സ് ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബഹുജനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ വിശ്വസിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും എത്ര വലിയ നിന്ദയുടെ നടുവിലും തളർന്നു പോകാതെ താങ്ങായി തണലായി കൂടെ നടന്ന ദൈവം അത്ഭുതമേറി സാക്ഷിക്കുന്നതിൻ്റെ മക്കളെ ദൈവം എടുത്ത് ഉപയോഗിക്കണപ്പാ. തളരാതെയും പതറാതെയും നിന്ന് കർത്താവേൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരട്ടി പങ്ക് കൃപ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.